ഉള്ളതുപോലെ തന്നെ ഈ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിലൊക്കെ മികച്ച വിജയം നേടി നമ്മുടെ സ്കൂളിൻ്റെ യശസ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഈ സ്ഥലത്തൊക്കെ അനൗൺസ് ചെയ്യിക്കുകയും നോട്ടീസ് ബോർഡിൽ മോശമല്ലാത്തൊരു സ്ഥാനത്ത് നമ്മുടെ സ്കൂളിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത നമ്മുടെ മിടുക്കന്മാരെയും മിടുക്കുകളെയും ഒന്ന് അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റും അതുപോലെ തന്നെ പഴയ മെമ്പറും ഒക്കെ നമുക്ക് വലിയ പിന്തുണയാണ് ആളാണ് പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും മുൻ ഭരണസമിതിയെ പോലെ തന്നെ നമ്മളുടെ വലിയ സഹകരണം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മുഴുവൻ ആൾക്കാരുടെയും കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ എൻ രാജൻ അവர்களാണ്. സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ദീപ ജോസ്. സ്കൂളിൽ കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അവരോട് രണ്ട് വാക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിവിധ പരിപാടിയിൽ പങ്കെടുത്ത് മത്സരമാണ് ഉണ്ടായത്. കാരണം ഞാൻ ഇതേപോലെ ഈ സ്കൂളിലെ പരിപാടിയിൽ യുവജനോത്സവം ഇപ്പോൾ യുവജനോത്സവം സ്കൂൾ കലോത്സവം സമ്മാനം കിട്ടൽ രണ്ടാമത്തെ കാര്യം. പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പം മത്സരിക്കുന്ന എല്ലാവരും ജയിക്കില്ലല്ലോ, ഒരാളല്ലേ ജയിക്കുള്ളൂ. അല്ലെങ്കിൽ ഒന്നാം സമ്മാനം അല്ലെങ്കിൽ രണ്ടാം സമ്മാനം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂരിൽ സമാപിച്ചിരിക്കുക. അപ്പം അതിലെല്ലാം വാശിയേറിയ മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. കലോത്സവങ്ങളുടെ ഒരു ഗതി തന്നെ ഒരു കാലത്ത് വലിയ മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഒരു 5-10 വർഷം മുന്നേ നമ്മുടെ കേരളത്തിൽ. കാരണം കുട്ടികളെ അതിനുവേണ്ടി എത്ര ലക്ഷം രൂപയും മുടക്കാൻ തയ്യാറായി രക്ഷിതാക്കളെ മുന്നോട്ട് വരികയും വാശിയേറിയ മത്സരം നടത്താൻ വിദ്യാർത്ഥികൾ തമ്മിൽ കുട്ടികൾ തമ്മിൽ വലിയ മാനസിക